നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ MA മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗദ്യം കഥേതര പാഠങ്ങൾ എന്ന പേപ്പറിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 4 ഉമ്മമാർക്കു വേണ്ടി ഒരു സങ്കട ഹർജി. ഉമ്മമാർക്കു വേണ്ടി ഒരു സങ്കട ഹർജി എന്ന ഈ ലേഖനം എഴുതിയിരിക്കുന്നത് MN കാരശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗ പരമ്പരകളെ കുറിച്ചുള്ള ഒരു പ്രബന്ധമാണിത്. അതിന് ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് ദേവിക ആണ്, ദേവികയാണ്. അതിന് അവതാരിക തയ്യാറാക്കിയിരിക്കുന്നത് ദേവികയാണ്. ഈ ഉമ്മമാർക്കു വേണ്ടി ഒരു സങ്കട ഹർജി എന്ന ഈ ലേഖനത്തില് മുഖ്യ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തില് സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു വിശദ പഠനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് മുസ്ലിം സ്ത്രീകൾ അവര് ബുദ്ധിമുട്ട് സഹിക്കുന്നത്, അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവര് സമൂഹത്തിൽ ഒറ്റപ്പെടുന്നത് എങ്ങനെ, അല്ലെങ്കിൽ എന്തെല്ലാം വിലക്കുകളാണ് അവർക്കുള്ളത് എന്നുള്ളത് ശരീഅത്ത് നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു പഠനം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. വർത്തമാന സാമൂഹ്യ സംഘർഷങ്ങളെ എന്നും ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയാണ് MN കാരശ്ശേരി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും മറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള വിവാദപരമായ ചർച്ചകൾക്കും തിരികൊളുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാം. ഈ ഒരു ഉമ്മമാർക്കു വേണ്ടി ഒരു സങ്കട ഹർജി എന്നുള്ള ഈ ഒരു ലേഖനത്തില് മുസ്ലിം മതത്തിനുള്ളിൽ ഉള്ള നിയമങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്ന അസമത്വങ്ങളും അല്ലെങ്കിൽ അസ്വാതന്ത്ര്യങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ശരീഅത്ത് നിയമം എന്താണെന്ന്, യഥാർത്ഥ ശരീഅത്ത് നിയമം എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ശരീഅത്ത് നിയമങ്ങൾ പല രാജ്യങ്ങളും വളച്ചൊടിക്കുകയാണ്. പല രാജ്യങ്ങളിലും ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്, ചില രാജ്യങ്ങളിൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്നുണ്ട്, ചില രാജ്യങ്ങളിൽ അർത്ഥാവസ്ഥയിൽ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ രീതിയിലുള്ള ഒരു ശരീഅത്ത് നിയമം നടപ്പിലാക്കിയാൽ ഇവിടെ സ്ത്രീ പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു ശരീഅത്ത് നിയമത്തില് ഒരുപാട് കൃത്രിമത്വങ്ങൾ വരുന്നുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു ശരീഅത്ത് നിയമം മതപണ്ഡിതര് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ, അപാകതകൾ വന്നു കൂടുന്നത് കാരണമാണ് ഇത്തരത്തിലുള്ള മുസ്ലിം സമുദായത്തില് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് നമ്മുടെ ലേഖകന്റെ വാദം. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം ശരീഅത്ത് നിയമമാണ് നിലവിലുള്ളത്. പല നാടുകളിലും പല രീതിയിലാണ് ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ശരീഅത്ത് നിയമം ശരിക്കും ഒന്നേയുള്ളൂ, പക്ഷെ ഈ ശരീഅത്ത് നിയമത്തെ പല രീതികളിലായിട്ടാണ് പല രാജ്യങ്ങളിലും നടപ്പിലാക്കുന്നത്. അത് തന്നെ ഒന്നാമത്തെ അതിന്റെ ന്യൂനതയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ പൂർണ്ണമായും ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്നുണ്ട്, എന്നാൽ മറ്റു ചിലയിടങ്ങളിലാകട്ടെ ഭാഗിക ശരീഅത്ത് നിയമമാണ് നടപ്പിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിവാഹമോചനം, ബഹുഭാര്യാത്വം തുടങ്ങിയ കാര്യങ്ങളെ ന്യായീകരിക്കുന്ന നിലപാടുകളോട് പൊതുവെ എല്ലാവരും എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. വിവാഹമോചനം, പിന്നെ ബഹുഭാര്യാത്വം, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ, അതായത് മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന പ്രവണതകളാണ് ഇത്തരത്തിലുള്ള വിവാഹമോചനം. അതുപോലെ വിവാഹമോചനം എല്ലാ മതങ്ങളിലും ഉണ്ടെങ്കിൽ കൂടി എടുത്തു പറയുന്നുണ്ട് ലേഖകൻ മുസ്ലിം സമുദായത്തില് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള വിവാഹമോചനം, ബഹുഭാര്യത്വം എന്നിവയോട് പൊതുവെ എല്ലാ വിഭാഗം ആളുകളും, എല്ലാ രാജ്യത്തിലുള്ള ആളുകളും എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് നോക്കാം. മുല്ല നസറുദ്ദീന്റെ പൊടിക്കൈകൾ, താരതമ്യ സാഹിത്യ വിചാരം, മാരാരുടെ കുരുക്ഷേത്രം, താരതമ്യ സാഹിത്യ ചിന്ത, താരതമ്യ സാഹിത്യ വിവേകം, രചതരേഖ, സാഹിത്യ സിദ്ധാന്ത ചർച്ച തുടങ്ങിയ ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ഒരുപാട് സമകാലീന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ഒരു ഉമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു സങ്കട ഹർജി എന്നുള്ള ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്.
അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, മനുഷ്യനാണ് എൻ്റെ വിഷയം, അല്ലെങ്കിൽ മനുഷ്യത്വം അല്ലെങ്കിൽ മാനവികതയാണ് എൻ്റെ വിഷയം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഒരു മതത്തെ ഞാൻ പറയുന്നില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ഏറ്റവും സുരക്ഷയും സമാധാനവും കിട്ടേണ്ടത് ഒരു സ്ത്രീക്ക് നമുക്കറിയാം അവളുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം കിട്ടേണ്ടത്. ആ കുടുംബത്തിൽ നിന്ന് തന്നെ അത് നിഷേധിക്കപ്പെട്ടാൽ ആ സ്ത്രീയുടെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? നമുക്കത് ചിന്തിക്കാൻ കൂടി കഴിയില്ല അല്ലെ? കുടുംബത്തിന്റെ അടിത്തറയായ ദാമ്പത്യം എന്ന സങ്കല്പത്തെ ആടിയും പാടിയും ഒപ്പന എന്ന കലാരൂപം പൊലിപ്പിക്കുമ്പോൾ ജീവിതത്തിലെ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ്. വിവാഹമോചനത്തിന്റെ ഭീഷണി എപ്പോഴും മുസ്ലിം സ്ത്രീകളുടെ തലക്കുമുകളിൽ തൂങ്ങി നിൽക്കുന്നു. അപ്പം ഈ ഒരു ഒപ്പന എന്നുള്ള ആ ഒരു കല സൃഷ്ടിയെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇതൊരു മുസ്ലിം സമുദായത്തെ ആണ് പ്രധാനമായിട്ട് ഇത് പരാമർശിക്കുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു മുസ്ലിം സമൂഹത്തില് മുസ്ലിം സമുദായത്തിന്റെ ഒരു കലാരൂപമാണ് ഒപ്പന എന്ന് പറയുന്നത്. ഈ ഒപ്പന കളിയിലൂടെയും മറ്റുമാണ് ഒരു പൊതു നാരിയെ അല്ലെങ്കിൽ പുതു മണവാട്ടിയെ വേദിയിലേക്ക് ഒരുക്കുന്നതും അല്ലെങ്കിൽ അവളുടെ കുടുംബ ജീവിതത്തിലേക്ക് ആനയിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ വളരെ സന്തോഷഭരിതമായിട്ട് ആ ജീവിതം തുടങ്ങി വെക്കുകയും എന്നാൽ ആ സന്തോഷങ്ങൾക്ക് വലിയ ആയുസില്ലാതെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയുമാണ് ചെയ്യുന്നത്. കാരണം അവളുടെ മുന്നിൽ ഒരു വിവാഹമോചനം എന്നുള്ള ഒരു വാൾ അവളുടെ തലയ്ക്ക് മുകളിൽ എപ്പോഴും തൂങ്ങി നിൽക്കുന്നുണ്ട് എന്ന് ലേഖകൻ പറയുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ആരവങ്ങളോടുകൂടി അവള് വിവാഹ ജീവിതത്തിലേക്ക് വരികയും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഈ മുസ്ലിം സമുദായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള അത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലേഖകൻ ഇത് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ മൊഴി ചൊല്ലപ്പെടുന്ന ഉമ്മമാരുടെ അനാഥത്വവും നിരാലംബതയും കഷ്ടപ്പാടും കണ്ടില്ലെന്ന് നടിക്കുന്നത് അധാർമികമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ മൊഴി ചൊല്ലുക, വിവാഹമോചനത്തിന് പറയുന്ന പേരാണ് മൊഴി ചൊല്ലപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്തരത്തില് പിന്നെ അവർക്ക് നേരിടുന്ന സമൂഹത്തിൽ അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് അല്ലെ? ആ ഒരു സ്ത്രീ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ അവളുടെ ജീവിതം, അവളുടെ മക്കളുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ പരിതാപകരമാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അതിനെക്കുറിച്ച് വളരെ അധാർമികമാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. പിന്നെ ഗൾഫുകാരന്റെ ഭാര്യ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ എസ് എ ജമീൽ ദുബായ് കത്തുപാട്ടിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോ ഓരോരുത്തരുടെയും രചനകളെ ആസ്പദമാക്കിയിട്ടാണ് പിന്നീട് പറയുന്നത്. എസ് എ ജമീൽ എന്ന് പറയുന്ന ദുബായ് കത്തുപാട്ടുകൾ കുറച്ചു മുമ്പ് നമ്മുടെ സമൂഹത്തിൽ നിന്നിരുന്ന ഒരു കാര്യമാണ്. ദുബായ് കത്തുകൾ എന്നൊക്കെ പറയുന്നതില് പാട്ടുകളൊക്കെ രചിച്ചിരുന്നു. പിന്നെ മറിയക്കുട്ടിയുടെ കത്തുപാട്ടിൽ പുലിക്കോട്ടിൽ ഹൈദറുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതികളൊക്കെയാണല്ലേ അത്, മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിന്റെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ഒരു പാട്ടുകളിലൂടെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള എഴുത്തുകാരൊക്കെയാണ് ഇവര്. എസ് എ ജമീൽ, അതുപോലെ പുലിക്കോട്ടിൽ ഹൈദർ എന്നിവരൊക്കെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോ മുസ്ലിം സമുദായത്തെ കുറിച്ചല്ലാതെ മറ്റു നമ്പൂതിരി സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിലെ ഇതേപോലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വി.ടി. നമ്പൂതിരിപ്പാട് എന്ന് നമുക്കറിയാം അല്ലെ? വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് തുടങ്ങിയ നാടകങ്ങളിലൂടെയും പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥകളിലൂടെയും മറ്റു കൃതികളിലൂടെയും ഒക്കെ ഈ നമ്പൂതിരി സമൂഹം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിലുള്ള സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട ആ വിഭാഗത്തെ പോലെ കഴിഞ്ഞിരുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന സാമൂഹ്യ നവോത്ഥാന നായകൻ കൂടിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തകര് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുസ്ലിം സ്ത്രീ എഴുത്ത് പഠിക്കുന്നതിനും ഉദ്യോഗത്തിന് പോകുന്നതും പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നതും നിരോധിക്കപ്പെട്ടിരുന്നു. അപ്പോ ഈ ഒരു കാലം വരെ മുസ്ലിം സ്ത്രീകൾക്ക് വളരെയധികം വിലക്കുകൾ ഏർപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു അല്ലെ? അത്തരം നിരോധനങ്ങൾ ഭാഗികമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായും അതൊന്നും എടുത്തു പോയിട്ടുണ്ട് എന്ന് പറയുന്നില്ല. അതൊക്കെ എന്താണ്, ഭാഗികമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ അനുഭവിക്കുന്ന അനീതികൾക്കും അന്യായങ്ങൾക്കുമെതിരെ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം സാമുദായിക നേതാക്കൾ നിരാകരിക്കുന്നു. അത്തരം നിയമവ്യവസ്ഥയുടെ
അത്തരം നിയമനിർമ്മാണങ്ങൾ ശരീഅത്ത് എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ നേരെയുള്ള കയ്യേറ്റമാവും. അത് ദൈവിക വിധിവിലക്കുകൾക്ക് എതിരാവും എന്നും പറയുന്നുണ്ട്. അപ്പം എന്താണ് ഈ ഒരു മുസ്ലിം സ്ത്രീകളെ എന്തുകൊണ്ട് ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്നു, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു ന്യായവാദമായിട്ട് പറയുന്നത് അത് ശരീഅത്ത് നിയമപ്രകാരമാണ്. അത് എതിർത്താൽ പിന്നെ അത് എന്താവും, ദൈവിക വിധിവിലക്കുകൾക്ക് എതിരാവും എന്നുള്ളൊരു വാദം പറയുന്നവര് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ശരീഅത്ത് നിയമം എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം എന്നാണ് ഇവിടെ നമ്മളോട് ലേഖകൻ പറയുന്നത്. അപ്പൊ യഥാർത്ഥ ശരീഅത്ത് നിയമം എന്താണെന്ന് അറിയാതെ വന്ന് വാദിക്കുന്നവരാണ്. ആ വാദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ആദ്യം നിങ്ങൾ ശരീഅത്ത് നിയമം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വരൂ എന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ ശരീഅത്ത് നിയമത്തെ കുറിച്ച് എന്താണ് ശരീഅത്ത് നിയമം എന്നുള്ള ഒരു രൂപരേഖ. ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഒരു എന്താ പറയുക, ഒരുപാട് വിവരണങ്ങളോട് കൂടി നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. അതൊരു ചെറിയ ചുരുക്കത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് ലേഖകൻ. സരണി മാർഗം എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ജീവിത വ്യവസ്ഥ ഏതു കാലത്തും ദേശത്തുമുള്ള മുസ്ലിമിന്റെ ദൈനംദിന ജീവിതം ഇന്നന്ന മട്ടിലാകണമെന്ന് പൂർണ്ണമായും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അതൊരു പ്രമാണമല്ല. അതായത് ഇപ്പൊ ഒരു എന്താ പറയാ, കുറച്ച് ഓർഡറുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു പ്രമാണമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ശരീഅത്ത് നിയമം എന്നല്ല. യഥാർത്ഥത്തിൽ ശരീഅത്ത് നിയമം എന്താണ്, ഖുറാനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ നബി ചര്യ എന്താണ്, നബി പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതചര്യയിൽ സുന്നത്താക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു വ്യവസ്ഥകൾക്കനുസരിച്ചിട്ടുള്ള നിയമങ്ങളാണ് ഈ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത്. ഖുറാൻ, നബിചര്യ ഇവ രണ്ടിന്റെയും വ്യാഖ്യാനങ്ങളെ കുറിച്ചുള്ള പരിചിന്തനത്തിലൂടെ ഉരുത്തിരിയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായ ഐക്യം, സദൃശ സൃഷ്ടി നടത്താൻ കെൽപ്പുള്ള മനുഷ്യ യുക്തി എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്ന ജീവിത വ്യവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഖുറാൻ, അതുപോലെ നബിചര്യ എന്നിവയൊക്കെയുള്ള അതിലൂടെയൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളിലൂടെ വന്നിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ശരീഅത്ത് നിയമം എന്ന് പറയുന്നത്. ഈ ഒരു ശരീഅത്ത് നിയമത്തില് കാലാകാലങ്ങളിലായി ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ലേഖകൻ പറയുന്നുണ്ട്. യഥാർത്ഥ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് അവിടെ നീതിയും സമാധാനവുമാണ് പ്രാധാന്യം നൽകുന്നത്. അതുപോലെ മനുഷ്യന്റെ സമഗ്രമായ വികാസത്തിന് പ്രാധാന്യം നൽകുന്നു. അതുപോലെ മനുഷ്യനും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം, അതായത് മനുഷ്യനും മറ്റൊരു മനുഷ്യനുമായിട്ട് ഇടപഴകുന്നത്, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ രൂപം നൽകുന്നുണ്ട്. അതുപോലെ ആ ഒരു മനുഷ്യനും അവന്റെ സൃഷ്ടികർത്താവും തമ്മിലുള്ള ഒരു ബന്ധം, അതായത് മുസ്ലിം വിശ്വാസപ്രകാരം അവന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഏകദൈവമായിട്ടുള്ള അള്ളാഹുവാണ്. അപ്പൊ ആ ഒരു അവരെ സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവുമായിട്ട് അവനായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ അവന്റെ ആരാധനാക്രമങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു ശരീഅത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ വിവാഹം, ദത്ത് കൊടുക്കല്, വിൽപ്പന, പിന്തുടർച്ച, സ്വത്ത്, അതുപോലെ സ്ത്രീ, വിവാഹ ജീവിതം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ശരീഅത്തിലൂടെ പറയപ്പെടുന്നുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ രൂപമാണ്, ഒരു മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ രൂപം, യഥാർത്ഥ രൂപരേഖ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയാണ് ഈ ഒരു ശരീഅത്ത് നിയമത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ ഈ ഒരു ശരീഅത്ത് നിയമത്തിന് യഥാർത്ഥമായിട്ടുള്ള ശരീഅത്ത് നിയമം പാലിക്കപ്പെടുന്നില്ല. അതിൽ ഒരുപാട് കൃത്രിമത്വങ്ങൾ വന്നിട്ടാണ് ശരീഅത്തുകൾ എന്നുള്ള ആ ഒരു പേരില് നടപ്പാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ആ ശരീഅത്തിന് എന്തായിരിക്കും, വിമർശനങ്ങൾ ഉണ്ടാവില്ല. ഒരു യഥാർത്ഥം അല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ന്യൂനതകളും അതുപോലെ ദോഷങ്ങളും അതിൽ കാണാൻ കഴിയും. അപ്പോ ആ ഒരു ശരീഅത്തിന്റെ വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളൊരു വിമർശനം വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നുള്ള ഒരു വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾക്ക് വേണ്ട പ്രാധാന്യം നൽകുന്നില്ല, അവരെ അടിച്ചമർത്തപ്പെടുകയാണ് എന്നുള്ള ഒരു വാദം ശരീഅത്തിനെതിരായിട്ട് നിലനിന്ന് വരുന്നുണ്ട്. യഥാർത്ഥത്തില് സ്ത്രീ
യഥാർത്ഥ ശരീഅത്ത് നിയമപ്രകാരം സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകപ്പെടുന്നുണ്ട്. സ്ത്രീകളോടും ഒന്നും വേണ്ട, എല്ലാ മുസ്ലിംസിനോടും പഠനത്തിന് വേണ്ടിയിട്ടാണ്, പഠിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ഇതൊന്നും ലഭ്യമാകുന്നില്ല എന്നുള്ള വിമർശനമാണ് ഇതിനെതിരെ ഉന്നയിക്കുന്നത്. പിന്നെ ബഹുഭാര്യാത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബഹുഭാര്യാത്വം മുസ്ലിം സമുദായത്തിൽ അനുവദനീയമാണ്, പക്ഷെ അതിന് നിശ്ചിത സാഹചര്യങ്ങളുണ്ട്. അതായത് ഒരു ഭാര്യക്ക് കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഭാര്യക്ക് കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥയിൽ വേറെ വിവാഹം കഴിക്കാതെ, അല്ലെങ്കിൽ പിന്നെ യുദ്ധങ്ങളിൽ അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്ന അന്നത്തെ ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ എന്താണ്, വേറെ വിവാഹം കഴിക്കുന്നതിനോടൊക്കെ ബഹുഭാര്യത്വത്തിന് പ്രോത്സാഹനം നൽകിയിരുന്നു. പിന്നെ ഈ ഒരു ബഹുഭാര്യാത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും എന്തുണ്ട്, നീതി, തുല്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടല്ലോ. അതായത് എല്ലാ ഭാര്യമാരോടും തുല്യമായിട്ടുള്ള നീതി കാണിക്കണം, ഭാര്യമാരുടെ അവകാശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒരുപാട് അവകാശങ്ങളും നിയമങ്ങളും ഇതിനോടൊപ്പം തന്നെയുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തില്, ഇസ്ലാം മതത്തില് വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം തന്നെയാണ്, പക്ഷെ അതിനെ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് ഒരു യഥാർത്ഥ തത്വം. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഒരു വ്യക്തി 25 വർഷക്കാലത്തോളം നടത്തിയ നിരന്തര സമരങ്ങളുടെ നേർരേഖയാണ് എം.എൻ. കാരശ്ശേരിയുടെ ഉമ്മമാർക്ക് വേണ്ടി ഒരു സങ്കട ഹർജി എന്ന പുസ്തകം. ഈ ഒരു പുസ്തകത്തെ കുറിച്ച് അതിന്റെ അവതാരിക എഴുതിയിട്ടുള്ള ജെ ദേവിക പറയുന്നുണ്ട്, ഒരു വ്യക്തി 25 വർഷമായി നടത്തിയിട്ടുള്ള നിരന്തര സമരങ്ങളുടെ ഒരു നേർരേഖയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ പിന്നെ ഇതിൽ പറയുന്നുണ്ട്, ശരീഅത്തിന്റെ കാലികമായ വായനകളും പ്രയോഗ രീതികളും ഫിഖ് എന്നറിയപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞു, അതിൽ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം, അവന്റെ പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു രൂപരേഖയാണ് എന്ത്, ഫിഖ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ശരീഅത്ത് നിയമം നടപ്പാക്കണമെന്ന് വാദിക്കുമ്പോൾ തന്നെ മിക്കവരും ശരീഅത്ത് നിയമത്തിന്റെ എല്ലാ വശവും അറിയില്ലെന്നതും പഠനത്തിൽ കണ്ടെത്തുകയുണ്ടായി. അപ്പൊ ശരീഅത്ത് നിയമത്തിന് വേണ്ടി വാദിക്കുന്ന വ്യക്തികൾ ഒന്ന് മനസ്സിലാക്കണം, ശരീഅത്ത് നിയമം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. മിക്കപ്പോഴും നിയമം നടപ്പാക്കുന്നവർ ഒരു വശം മാത്രമേ കാണാറുള്ളൂ, അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കാറുള്ളൂ. ഖുറാനെയും ഹദീസിനെയും ആശ്രയിച്ചാണ് ശരീഅത്ത് നിയമങ്ങൾ നിലകൊള്ളുന്നത്. ഇതിനെ മതപണ്ഡിതർ വ്യാഖ്യാനിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ശരീഅത്ത് നിയമം എന്നുള്ളത് കറക്റ്റായിട്ട് എന്താണെന്ന് നോക്കിയാല് അതിലെ തെറ്റുകൾ കാണാൻ കഴിയില്ല. പക്ഷേ ശരീഅത്ത് നിയമത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ മതപണ്ഡിതര് അവരുടെ രീതിയിലായിട്ട് അത് വ്യാഖ്യാനിക്കുമ്പോഴാണ് അതിൽ എന്ത് വരുന്നത്, ദോഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ ദോഷങ്ങളുള്ള നിയമം നമ്മൾ നടപ്പിലാക്കിയാൽ സ്വാഭാവികമായിട്ടും അതിനെന്തുണ്ടാവും, വിമർശനങ്ങളും ഉണ്ടാവും. ഇത്തരത്തിലാണ് ആ ഒരു വിമർശനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്, ഇസ്ലാം മതത്തിലെ സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നതും ആ ഒരു വിമർശനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. എന്നാൽ യഥാർത്ഥ ശരീഅത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ആത്മഹത്യ, സ്വർഗാനുരാഗം, വേശ്യാവൃത്തി തുടങ്ങിയ കാര്യങ്ങൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും മുസ്ലിങ്ങൾ ഒരുപോലെ എതിർക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു വ്യത്യസ്ത രാജ്യങ്ങളിലാണെങ്കിലും ഒരുപോലെ എതിർക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതേ സമയം വിവാഹമോചനം, ജനന നിയന്ത്രണം എന്നീ കാര്യങ്ങളിൽ എന്തില്ല, ഒരു ഏകാഭിപ്രായമില്ല. അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഒരേ അഭിപ്രായം ഉള്ള കാര്യങ്ങളുണ്ട്, എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള കാര്യങ്ങളുണ്ട്. അതായത് വിവാഹമോചനം, ജനന നിയന്ത്രണം എന്നീ കാര്യങ്ങളിലൊന്നും എന്തില്ല, എല്ലാ രാജ്യങ്ങൾക്കും ഒരേ അഭിപ്രായം അല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. അപ്പോ എം.എൻ. കാരശ്ശേരിയുടെ കാഴ്ചപ്പാടുകൾ, അതായത് മുസ്ലിം സമുദായത്തില് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് എം.എൻ. കാരശ്ശേരി തയ്യാറാക്കിയിട്ടുള്ള ഒരു ലേഖനമാണ് ഉമ്മമാർക്ക് വേണ്ടി ഒരു സങ്കട ഹർജി. ഇതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിധികൾ തീർച്ചയായും നടപ്പിലാക്കണം, അത് ശരീഅത്ത് നിയമപ്രകാരമാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശരീഅത്ത് നിയമം എതിർക്കുന്നവർക്ക് എന്തുണ്ടാവും, ദൈവത്തിന്റെ ആ വിധിവിലക്കുകൾ എതിർത്തവരായി
പെടും എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ശരീഅത്ത് നിയമം എന്നുള്ളത്. യഥാർത്ഥമായിട്ടുള്ള ശരീഅത്ത് നിയമത്തില് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകപ്പെടുന്നു എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മുഖം. ശരീഅത്ത് നിയമത്തിന്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് ലേഖകൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.